So, another important problem. A shaft is uniformly accelerated from 10 revolutions per second to 18 revolutions per second in 4 seconds. അതായത് ഒരു ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യണം അറ്റ് പോയിൻറ്റ് 1-ൽ നിന്ന് 2 വരെ 10 revolutions per second തൊട്ട് 18 revolutions per second അത് ആക്സിലറേറ്റഡ് ആവുകയാണ്. സോ 1 നിന്ന് 2 വരെ എത്താൻ 4 seconds എടുത്തു. The shaft continued to accelerate at this rate for the next 5 seconds. So 2 to 3 വരെയും 5 seconds ഈ സെയിം റെവല്യൂഷൻസിൽ കണ്ടിന്യൂസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്ത് 3-ലെത്തി. Thereafter the shaft rotate with a uniform angular speed. പിന്നെ 3 മുതൽ അടുത്ത പൊസിഷനിൽ എത്താനായിട്ട് യൂണിഫോം ആയിട്ടുള്ള സ്പീഡിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഈ സ്പീഡിൽ തന്നെയാണ് പിന്നെ ഷാഫ്റ്റ് പോകുന്നത്. എപ്പോഴും ശ്രദ്ധിക്കുക, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വെലോസിറ്റിയിലാണ് ഒരു ഷാഫ്റ്റോ ഒരു റോട്ടറോ ഒരു ഫ്ലൈ വീലോ ഒരു പുള്ളിയോ മൂവ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ആംഗുലർ ആക്സലറേഷൻ വിൽ ബി ഈക്വൽ ടു 0. വേറൊന്നും കൊണ്ടല്ല, ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈമാണ്. സോ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ടിരുന്നാൽ, ഫോർ എക്സാമ്പിൾ വെലോസിറ്റി 2 meter per second ആണ് 2 seconds-ൽ. 4 seconds ആകുമ്പോഴും 2 meter per second തന്നെ ആയിരിക്കും വെലോസിറ്റി. 6 seconds ആകുമ്പോഴും 2 meter per second തന്നെ ആയിരിക്കും വെലോസിറ്റി. അപ്പോൾ നിങ്ങൾക്ക് ആ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും വെലോസിറ്റി ബൈ ടൈമിൽ വെലോസിറ്റിക്ക് 2ഉം ടൈം കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2 divided by 20 seconds. അപ്പോൾ അത് താഴെ ഇത് വാല്യൂ കൂടുന്തോറും ഈ ആംഗുലർ ആക്സലറേഷൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അത് ആക്ച്വലി ഇറ്റ് ടെൻസ് ടു 0. അതായത് ആംഗുലർ ആക്സലറേഷൻ വിൽ ബി 0 വെൻ വെലോസിറ്റി ഈസ് കോൺസ്റ്റൻറ്റ് എന്നുള്ള കൺസെപ്റ്റാണ് അവിടെ ഉപയോഗിക്കുന്നത്. ആൻഡ് ഫൈൻഡ് ദി ടോട്ടൽ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് 400 revolutions. ഫോർ എക്സാമ്പിൾ ഈ 1 മുതൽ ഈ 4 വരെ എത്താനായിട്ട് 400 revolutions എടുത്തപ്പോഴാണ് എത്തിയത്. അതിനെടുത്ത സമയം എത്രയാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. സോ ഇത്രയും തന്നിട്ടുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. സോ ഫസ്റ്റ് നമ്പർ ഓഫ് റെവല്യൂഷൻസ് തന്നിട്ടുണ്ട് അല്ലേ, സെക്കൻഡിലാണ് തന്നിട്ടുള്ളത്. ഷാഫ്റ്റ് ഈസ് യൂണിഫോംലി ആക്സലറേറ്റഡ് ഫ്രം 10 revolutions per second to 18 revolutions per second. സോ നമ്മൾ ഇതിനെ റേഡിയൻസ് പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഒമേഗ 1 വിൽ ബി ഈക്വൽ ടു 2πn/60 ആണ്. റെവല്യൂഷൻസ് പെർ മിനിറ്റിലായിരുന്നെങ്കിൽ ഇത് സെക്കൻഡ്സിലായതുകൊണ്ട് 2πn മാത്രം എടുത്തത്. സോ ഒമേഗ 1 വിൽ ബി ഈക്വൽ ടു 2π × n1. അതായത് 2π × 10 റേഡിയൻസ് പെർ സെക്കൻഡിൽ കിട്ടും, 20π എന്ന് കിട്ടും. അതേപോലെ n2 തന്നിട്ടുണ്ട്. സോ ഒമേഗ 2 വിൽ ബി 2πn2. അത്രയും റേഡിയൻസ് പെർ സെക്കൻഡിൽ കിട്ടും. സോ ഒമേഗ 1 ഒമേഗ 2 കിട്ടി, 20π 36π. ഇനി നമുക്ക് മൊത്തത്തിലുള്ള ആംഗുലർ റെവല്യൂഷൻസ് തന്നിട്ടുണ്ട്. ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് 400 revolutions. 1 മുതൽ 4 വരെ എത്താനുള്ള ടോട്ടൽ ടൈം, അതായത് ടോട്ടൽ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്, ബോഡി ഇവിടെ നിന്ന് ഇത്രയും ഡിസ്പ്ലേസ് ചെയ്യാൻ എടുത്ത ഡിസ്റ്റൻസ് അത്രയും കണ്ടുപിടിക്കാൻ റെവല്യൂഷൻസിൽ തന്നു കഴിഞ്ഞാൽ അതിനെ ഡിസ്റ്റൻസിലോട്ട് കണ്ടുപിടിക്കാൻ ഇൻറ്റു 2π ചെയ്താൽ മതി. സോ 400 × 2π ആകുമ്പോൾ 800π റേഡിയൻസ് കിട്ടും. സോ ഇത് മുതൽ ഇതുവരെ റൊട്ടേറ്റ് ചെയ്തെടുക്കാൻ എടുത്ത ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 800π റേഡിയൻസ് ആണ്. ഇനി നമുക്ക് ഇക്വേഷൻസിലോട്ട് പോകാം. നമുക്ക് ഒമേഗ 1 ഒമേഗ 2 എല്ലാം കിട്ടി. സോ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ ഒമേഗ 2 ഈക്വൽ ടു ഒമേഗ 1 പ്ലസ് acceleration taken for the particle to move from 1 to 2, alpha 1 to 2 into time taken for the particle to move from 1 to 2. അതാണ് ഇക്വേഷൻ. സോ ഒമേഗ 2 36π അറിയാം, ഒമേഗ 1 അറിയാം. ഇവിടുത്തെ ആക്സലറേഷനാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ടൈം അറിയാം, 1 മുതൽ രണ്ടാമത്തേൽ എത്താൻ എടുത്ത ടൈം എന്ന് പറയുന്നത് 4 seconds ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നു. സോ അതിൽ നിന്ന് ആംഗുലർ ആക്സലറേഷൻ അറ്റ് 1 to 2 കിട്ടി. ഇനി 1 to 2 ഡിസ്പ്ലേസ്ഡ് ചെയ്യാൻ എടുത്ത ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. തീറ്റ 1 to 2 ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒമേഗ × t പ്ലസ് ഹാഫ് ആൽഫ t². സോ ഒമേഗ 1 × t ടൈം ടേക്കൺ ടു മൂവ് ഫ്രം 1 to 2 പ്ലസ് ഹാഫ് ഇൻറ്റു ആക്സലറേഷൻ ഫ്രം 1 to 2 ഇൻറ്റു ടൈം ടേക്കൺ ടു മൂവ് ഫ്രം 1 to 2. ഇതിൽ നിന്ന് ഒമേഗ 1 അറിയാം, ടൈം 4 seconds ആണ്. ഒമേഗ 1 നമുക്ക് ആൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ആൽഫ ആംഗുലർ ആക്സലറേഷൻ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. സോ അതിൽ ഇട്ട് കൊടുക്കുമ്പോൾ അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും, 112π റേഡിയൻസ് എന്ന് കിട്ടി. അതുപോലെ തന്നെ തീറ്റ 2 to 3 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, 2 to 3. സോ തീറ്റ 2 to 3 എന്ന് പറയുമ്പോൾ ഒമേഗ 2 ഇൻറ്റു ടൈം ടേക്കൺ ഫോർ ദി പാർട്ടിക്കിൾ ടു മൂവ് ഫ്രം 2 to 3, അത് 5 seconds ആണെന്ന് പറയുന്നുണ്ട്. സോ ഇൻറ്റു 5 ഇത് ഒമേഗ 2 അറിയാം, ഹാഫ് ഇൻറ്റു ആൽഫ 2 to 3യും
ആൽഫ 1 to 2 സെയിം ആണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ആംഗുലർ ആക്സലറേഷൻ ഈസ് സെയിം എന്ന് പറയുന്നുണ്ട്. ദ ഷാഫ്റ്റ് കണ്ടിന്യൂ ടു ആക്സലറേറ്റ് അറ്റ് ദിസ് റേറ്റ് ഫോർ ദ നെക്സ്റ്റ് സെയിം റേറ്റ് ആണ്. സോ ആൽഫ 1 to 2 2 to 3 സെയിം ആണ്. സോ 1 to 2 ആൻഡ് 2 to 3 വിൽ ബി സെയിം. സോ ഈ 1 to 2 4π റേഡിയൻസ് തന്നെ ഇവിടെ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ സെക്കൻഡ്സ് അറിയാം. നമുക്കറിയാം 230 π റേഡിയൻസ് എന്ന് കിട്ടും. 2 to 3 ഷാഫ്റ്റ് മൂവ് ചെയ്യാൻ എടുത്ത ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ 2 to 3 റേഡിയൻസ് എന്നുള്ള കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ω3 എന്ന് പറഞ്ഞാൽ ω2 പ്ലസ് ഇതുപോലെ ആൽഫ 2 to 3 പ്ലസ് 2. അപ്പോൾ അതിൽ നിന്ന് ω3 നമുക്ക് കിട്ടി. ω2 അറിയാം, ആക്സലറേഷൻ അറിയാം, ടൈം അറിയാം. 2 to 3 സെക്കൻഡ്സിലും സെയിം ഇവിടെ പറയുന്നുണ്ട്. ഷാഫ്റ്റ് കണ്ടിന്യൂ ടു ആക്സലറേറ്റ് ദിസ്, അതായത് ഇവിടെ നിന്ന് ഇതുവരെ 4 സെക്കൻഡ്സിലും ഇവിടെ നിന്ന് ഇതുവരെ 5 സെക്കൻഡ്സിലാണെന്ന് പറയുന്നുണ്ട്. സെയിം ആക്സലറേഷൻ ആണെന്ന് പറയുന്നുണ്ട്. 1 to 2 സെയിം ആക്സലറേഷൻ ആണ്. സോ ω3 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ω2 പ്ലസ് ആൽഫ 2 to 3 അത് നമുക്ക് കിട്ടി. ഇനി 3 to 4 കേസസ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. 3 to 4 കേസിൽ നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ പോകുമ്പോൾ അതിന് മുമ്പ് നമുക്ക് 3 to 4 കണ്ടുപിടിക്കാൻ ഡിസ്പ്ലേസ്ഡ് 3 to 4 എത്രമാത്രം പാർട്ടിക്കിൾ ഡിസ്പ്ലേസ്ഡ് ആയെന്നുള്ളതാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അത് കണ്ടുപിടിക്കാൻ ω3 into t പ്ലസ് ഹാഫ് ആൽഫ ടി സ്ക്വയർ. അപ്പോൾ ω3 into ടൈം ടേക്കൺ ഫോർ ദി പാർട്ടിക്കിൾ ടു മൂവ് ഫ്രം 3 to 4 പ്ലസ് ഹാഫ് ഇൻറ്റു ആൽഫ. അപ്പോൾ നമുക്ക് ടൈം അറിയത്തില്ല. അപ്പോൾ ഇതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ θ 3 to 4 ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി പാർട്ടിക്കിൾ 1 to 2 പാർട്ടിക്കിൾ ഡിസ്പ്ലേസ്ഡ് ആയത് നമ്മൾ കണ്ടുപിടിച്ചു. എത്രയായിരുന്നു? 112 π റേഡിയൻസ് ആണ് ഇതേണ്ട. അതേപോലെ 2 to 3 പാർട്ടിക്കിൾ ഡിസ്പ്ലേസ്ഡ് ആയതും കണ്ടുപിടിച്ചു. എത്രയാണ്? 230 π റേഡിയൻസ് ആണ്. ഇനി 1 to 4 പാർട്ടിക്കിൾ ഡിസ്പ്ലേസ്ഡ് ചെയ്തത് നമുക്കറിയാം. എത്രയായിരുന്നു? 400. നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു 400 റെവല്യൂഷൻസ് ആയിരുന്നു. അതിനെ π റേഡിയൻസ് ആയപ്പോൾ 800 π റേഡിയൻസ്. സോ 1 to 2 ഡിസ്പ്ലേസ്ഡ് ആയത് അറിയാം, 2 to 3 ഡിസ്പ്ലേസ്ഡ് ആയതും അറിയാം, 1 to 4 ഡിസ്പ്ലേസ്ഡ് ആയതും അറിയാം. അപ്പോൾ 3 to 4 പാർട്ടിക്കിൾ എത്രയാണ് ഡിസ്പ്ലേസ്ഡ് എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? 1 to 4 ഡിസ്പ്ലേസ്ഡ് മൈനസ് 1 to 2 പ്ലസ് 2 to 3. അതിൽ നിന്ന് 3 to 4 എത്രയാണ് പാർട്ടിക്കിൾ ഡിസ്പ്ലേസ്ഡ് ആയെന്നുള്ള കണ്ടുപിടിച്ചു. എത്രയാണ്? 458 π റേഡിയൻസ് എന്ന് കണ്ടുപിടിച്ചു. മനസ്സിലായോ? ടോട്ടൽ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് 800 π എന്നറിയാം. അതിൽ നിന്ന് θ 3 to 4 കണ്ടുപിടിച്ചു. ഇനി എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു θ 3 to 4 = ω3 into t പ്ലസ് ഹാഫ് ആൽഫ. ഇവിടെ ആൽഫ 3 to 4 0 ആണ്. കാരണം ഇത് പറയുന്നുണ്ട് എന്തുവാണ്? കോൺസ്റ്റൻറ്റ് ആംഗുലർ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ആംഗുലർ ആക്സലറേഷൻ 0 ആണ്. അത് ഞാൻ ആദ്യം ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു. അത് ആ കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് അവിടെ എന്താണ് അത് 0-ഉം. സോ അതിൽ നിന്ന് ടൈം കണ്ടുപിടിക്കുക. ടൈം ടേക്കൺ ടു 3 to 4 3 to 4 മൂവ് ചെയ്യാൻ എടുത്ത ടൈം. ഇനി എന്ത് ചെയ്യണം? ടോട്ടൽ ടൈമാണ് കണ്ടുപിടിക്കാൻ. 1 to 2 നമുക്കറിയാം 4 സെക്കൻഡ്സ് ആയിരുന്നു. 2 to 3 5 സെക്കൻഡ്സ്. ഇപ്പം എത്രയായി? 8.18 സെക്കൻഡ്സ്. സോ മൊത്തത്തിൽ എത്താൻ എത്ര എടുത്തു? 1 to 4 എത്താൻ 4 സെക്കൻഡ്സ് പ്ലസ് 5 സെക്കൻഡ്സ് പ്ലസ് 8.18 സെക്കൻഡ്സ്. ഓക്കെ. സോ 17.18 സെക്കൻഡ്സ് ആണ് മൊത്തത്തിൽ ഷാഫ്റ്റിന് റൊട്ടേറ്റ് ആയിട്ട് എടുക്കാനെടുത്ത സമയം.